മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക രണ്ടാം സാക്ഷി ഫാത്തിമയ്ക്ക് കൊടുക്കണമെന്നും കോടതി വിധിച്ചു. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷഫീഖ്. CV അനുമോദ് ചേരുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, 3 പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടം, അതിനൊടുവിലാണ് വിധി വരുന്നത്. എന്തായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ? 1995 ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നത്. മനാഫും PV അൻവറിന്റെ മുൻ MLA PV അൻവറിന്റെ കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് മനാഫിന്റെ ഓട്ടോറിക്ഷ തടഞ്ഞ് തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 1995 സംഭവം നടന്നത്. പിന്നീട് ഏറെക്കാലം ഈ ഒരു കേസിൽ അന്വേഷണമോ കാര്യമായിട്ടുള്ള നടപടികളോ ഇല്ലാതെ പോവുകയും കേസിലെ പല പ്രതിപട്ടികളുണ്ടായിരുന്നവർ, അൻവറിന്റെ പിതാവ് അടക്കമുള്ളവർ മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. തുടർന്ന് 2009 അൻവർ അടക്കം 21 പേരെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നു. അതായത് ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂറുമാറിയതിനെ തുടർന്നാണ് ഇവരെല്ലാം തന്നെ കുറ്റവിമുക്തരാക്കിയത്. ഈ കേസിൽ പിന്നീട് 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി അടക്കം 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ 2019-20 കാലഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാം തന്നെ വിദേശത്തായിരുന്നു. ഇന്റർപോളിന്റെയും മറ്റും സഹായത്തോടെ ആണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് വിചാരണ പുനരാരംഭിക്കുകയും ആ വിചാരണയിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി ഷഫീഖിനെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ കൊലക്കുറ്റം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയത് തെളിയിക്കാൻ കഴിഞ്ഞതായി വിചാരണയിൽ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. ഈ പിഴ തുക മനാഫിന്റെ സഹോദരിക്ക് രണ്ടാം സാക്ഷിയാണ്, അവർക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണെങ്കിലും ഏറെ കാലം നീണ്ട ആ ഒരു നിയമ പോരാട്ടത്തിന്റെ പര്യവസാനത്തിൽ മുഖ്യപ്രതിയെ മാത്രം കോടതി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പ്രതികളെ വെറുതെ വിട്ടതിന്റെ നടപടിക്കെതിരെ ഇതിനോടകം തന്നെ മനാഫിന്റെ കുടുംബം ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ വിധിയിലും 3 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. അതും ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകും ഇക്കാര്യത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ച് കുടുംബം പ്രതികരിച്ചിരുന്നു. എന്നാണെങ്കിലും മുഖ്യപ്രതി ശിക്ഷിക്കപ്പെട്ടതിൽ സംതൃപ്തിയുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായി മനാഫിന്റെ കുടുംബം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമോദ്, അതുപോലെ തന്നെ 4 പ്രതികൾ ഏകദേശം 25 വർഷത്തോളം ഒളിവിലായിരുന്നു. അതിനൊക്കെ ഒടുവിൽ മനാഫിന്റെ സഹോദരൻ നടത്തിയ നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിലാണ് ഈ വിധി വരുന്നത്. ഇതിൽ മനാഫിന്റെ കുടുംബം വിധി വരുന്ന സമയത്ത് അവിടെ കോടതിയിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? മനാഫിന്റെ പിതൃസഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ അടക്കമുള്ളവരാണ് ഇവിടേക്ക് കോടതിയിലേക്ക് എത്തിയിരുന്നത്. അവരുടെ ആദ്യത്തെ പ്രതികരണം ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം PV അൻവറിന്റെ രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു വിചാരണയെ, ഈ ഒരു അന്വേഷണത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അൻവറിനെ അടക്കമുള്ളവർ കുറ്റവിമുക്തരാക്കിയത് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണെന്ന ആക്ഷേപവും അവർ പങ്കുവെക്കുന്നുണ്ട്. വിചാരണയ്ക്കിടെ സർക്കാർ തലത്തിൽ സമ്മർദ്ദം ഉണ്ടായിരിക്കാമെന്നാണ് കുടുംബത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കുറ്റവിമുക്തരാക്കുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാണെങ്കിലും അവസാനം പ്രധാന പ്രതിക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇതിനു മുൻപുണ്ടായിരുന്ന പല നടപടികളും നീക്കങ്ങളും അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന ഒരു ആക്ഷേപവും ഒരു പരാതിയും കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുമോദ്, അതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയായ ഷഫീഖ് അത് PV അൻവറിന്റെ സഹോദരി പുത്രനാണെന്ന് പറയുമ്പോൾ കേസിന്റെ തലം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുക കൂടി ചെയ്യുന്നില്ലേ? ഈ ഒരു കേസ് നടക്കുന്നത് 1995 അന്ന് അൻവറിന്റെ പിതാവ് ഷൗക്കത്ത് അലി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. അദ്ദേഹം 7ാം പ്രതിയായിരുന്നു. അൻവറിന്റെ പിതാവ് ഷൗക്കത്ത് അലി, അദ്ദേഹം അന്ന് കോൺഗ്രസ് നേതാവാണ്. അന്ന് അൻവർ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ആ കേസിലെ തന്നെ അൻവറിന് പുറമെ അൻവറിന്റെ സഹോദരി പുത്രന്മാരായ ഷഫീഖും സിയാദും ഷെരീഫും അങ്ങനെ 3 മക്കൾ, അൻവറിന്റെ 3 അനന്തരവന്മാർ കേസിൽ പ്രതികളായിരുന്നു. അതിന് പുറമെ അൻവറിന്റെ പിതാവ് കേസിലെ 7ാം പ്രതിയായിരുന്നു. ആ അൻവറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്
ഈ മനാഫുമായി ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവും മറ്റു പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു കോടതിയുടെ ഭാഗത്തേക്ക് മുൻപിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഇവരുടെ കുറ്റവിമുക്തരാക്കിയ നടപടി അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപണം ഉയർന്നിരുന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അൻവർ MLA ആയിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് അദ്ദേഹം MLA ആയത്. ഇനിയിപ്പോൾ അൻവർ MLA അല്ല, ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ ഒരു വിധിക്കെതിരായ ഹർജി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. എന്താണെങ്കിലും ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് മനാഫിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പ്രതി മാത്രമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെയുള്ള സാക്ഷിമൊഴികൾ അത് പ്രധാന സാക്ഷി കൂറുമാറിയതോടെ ഇല്ലാതെയാവുകയും അത് പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യുമെന്ന നിലപാട് തന്നെയാണ് മനാഫിന്റെ കുടുംബത്തിനുള്ളത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 1995 നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തിലാണ് ഇപ്പോൾ 2025 വിധി വന്നിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം, ഒരിടവേള.